ആയിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? കണ്ട കണ്ട തരി അധികം തരിയൊന്നും ഇല്ലാതെ കണ്ട നല്ല ഇതായിട്ട് ചെയ്യും. കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്യണത് കേട്ടാ. കണ്ട ഇതിവിടെ ചെയ്യാൻ പോണത് അവലോസ് പൊടി അല്ലെങ്കിൽ പൂരപ്പൊടി എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ ഒരു നാഴി അരി വെള്ളത്തിലിട്ട് 4 മണിക്കൂർ കുതിർത്തി എടുത്ത് പൊടിപ്പിച്ച പൊടിയാണ് ഞാൻ ഈ പാത്രത്തിലിട്ട് വെച്ചേക്കണത്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിപ്പൊടിയിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണേ കേട്ടോ. പൊടി നല്ലോണം കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു നാളികേരം ചിരകി വെച്ച ഒരു നാഴി പൊടിക്ക് ഞാൻ ഒരു നാളികേരം ചിരകി വെച്ച നാളികേരം ഞാൻ ഈ പൊടിയിലേക്ക് ഇടണേ കേട്ടോ. കൊത്തുകളൊന്നും പാടില്ല. ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചു കൊടുക്കും. നല്ലോണം ഈ നാളികേരപ്പാലിൽ തന്നെ നന്നായിട്ട് ഈ പൊടി നനഞ്ഞ് വരണം. ആ വിധത്തിൽ വേണം നമ്മൾ പൊടി കുഴച്ചെടുക്കാനായിട്ട്. നല്ലോണം നനയ്ക്കണം. ഇങ്ങനെ നന്നായിട്ട് നനച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ ഇങ്ങനെ ആ പൊടി നനയാൻ വേണ്ടി മാറ്റി വയ്ക്കുക. റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ നാളികേരപ്പാലോടുകൂടെ അത് നനഞ്ഞ് കിട്ടണം. വേറെ വെള്ളം അങ്ങനെ ഈ വെള്ളം ഒന്നും ഒഴിക്കരുത്. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഞാനിത് വെച്ച് ചെയ്യണത്. നല്ല അടിപൊളിയാണ്. നമ്മൾക്ക് 4 മണിക്ക് പിള്ളേർക്ക് കൊടുക്കാനുള്ള അടിപൊളി നല്ല ഒരു യാതൊരു മായം ചേർക്കാത്ത നാച്ചുറലായിട്ടുള്ള നല്ലൊരു ഇതാണ്. ഞാൻ ഈ ഉരുളിച്ചട്ടിയിലാണ് ഈ പൊടി പൂരപ്പൊടി വറക്കാൻ പോണ കേട്ടാ. അത് ഞാൻ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി മുഴുവൻ ഞാൻ ഈ ഉരുളിച്ചട്ടിയിലേക്ക് ഇടുന്നതാണ്. ഞാനിവിടെ ചൂട്ട് വെച്ചിട്ടാണ് ഈ അവലോസ് പൊടി അഥവാ പൂരപ്പൊടി ഉണ്ടാക്കാൻ പോവേണ്ടത്. അതാകുമ്പോൾ വളരെ ഇങ്ങനെ കുറച്ചൊരു തീയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗ്യാസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കരിഞ്ഞു പോകും. നമുക്കിത് സാവധാനം പതുക്കെ പതുക്കെ ഇളക്കി വെച്ചിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിതിങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. വളരെ ചെറിയ തീയിലിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈ എടുക്കാതെ തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഒരു പകുതി ആയിട്ടുണ്ട് കേട്ടോ. പകുതി കുറച്ച് നേരം കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നാളികേരം ഈ അരിപ്പൊടിയും കൂടെ ചേർത്ത് ഇങ്ങനെ വറുത്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി. അവലോസ് പൊടി ഇവിടെ ആയി വരണുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഒന്നും കൂടെ ശരിയാവാനുണ്ട് കേട്ടോ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഈ അവലോസ് പൊടി ഞാൻ ഇവിടെ നാളികേരത്തിൻ്റെ കുറച്ച് തരികളൊക്കെ ഉണ്ട്. അത് ഞാനൊന്ന് പൊടിച്ച് നല്ല ഇതാക്കാൻ പോവുകയാണ്. പൊടിച്ച് നല്ല തരികളെല്ലാം കട്ടകളൊക്കെ ഉടച്ച് നല്ല രീതിയിൽ തരി പോലെ ആക്കാൻ പോവുക കേട്ടോ അവലോസ് പൊടി.
മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എല്ലാം കൂടെ ഒരേ ലെവലിലെ പൊടി പോലെ ആക്കാൻ പോവുകയാണ്. ആയിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? കണ്ട കണ്ട അധികം തരിയൊന്നും ഇല്ലാതെ കണ്ട നല്ല ഇതായിട്ട് ചെയ്യും. കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്യണത് കേട്ടാ. കണ്ട റസുപൊടിയിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർത്തിട്ട് നമ്മൾക്ക് ഇത് കഴിക്കാൻ. വേണമെങ്കിൽ കുറച്ച് ജീരകവും കൂടെ, നമ്മുടെ ചെറുജീരകവും കൂടെ ഇതിൻ്റെ മേലെ വെതറി കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.